ആയ സുഹൃത്തുക്കളെ, വയനാട്ടിൽ മരിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 10-15 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ നമ്മൾ അർജുനൻ എന്ന് പറയുന്ന ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അർജുനേട്ടൻ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഉള്ള സുഹൃത്തുക്കളെ കഴുക്കുട്ടം CRP ക്യാമ്പ് പോകുന്ന വഴിയിലാണ്. ഈ കാണുന്ന മല, ഇത് ഒരു മലയാണ് ഈ കാണുന്നത്. അപ്പുറവും ഇപ്പുറവും മണ്ണിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ വെള്ളം നനഞ്ഞ്, ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, വെള്ളം നനഞ്ഞ് ഇടിഞ്ഞ് ഏതെങ്കിലും 2 വീലർ വണ്ടിയിലെയോ ഒക്കെ പുറത്ത് വീണ് കഴിഞ്ഞാൽ എത്ര പേരും മരിക്കാനിട വരും. ഇത് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഈ മലയൊക്കെ ഇടിച്ച് നിരത്തി, അല്ലെങ്കിൽ ഇതിനൊരു പ്രൊട്ടക്ഷൻ വയ്ക്കണം. ഇനി നമ്മൾ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മൾ അർജുനേട്ടൻ പോയിട്ട് ഇന്നേക്ക് 15 ദിവസമായി. ഒരു മലയിടിഞ്ഞ ദുരന്തത്തിലാണ് അർജുനേട്ടൻ പോയിരിക്കുന്നത്. ഇതുവരേക്കും അർജുനേട്ടനെ കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. വയനാട്ടിൽ തന്നെ ഉരുൾപൊട്ടി 80 സഹോദരങ്ങൾ മരണപ്പെട്ടെന്നുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ അപകടങ്ങൾ വരാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ കാണേണ്ടത്. അടുത്ത മഴയത്തെങ്കിലും സുഹൃത്തുക്കളെ, നമ്മളെ ഈ സഹോദരങ്ങളെ വയനാട്ടിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കണം. മാറ്റി വേറെ ഏതെങ്കിലും ഷെൽട്ടറിലാക്കി കഴിഞ്ഞാൽ മഴ തുടങ്ങുന്ന സമയത്ത്, കാലവർഷമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് സഹായം ചെയ്തിട്ടോ പൈസ കൊടുത്തിട്ടോ ഒന്നും എന്താണ് ഉപയോഗം? ഒരു കാര്യവുമില്ല. ഞാൻ ഈ പറയുന്നത് സുഹൃത്തുക്കളെ, ഈ മല എന്തെങ്കിലും ഗവൺമെൻറ് അതിന് ഓൾറെഡി ഉടനെ ഒരു ആക്ഷൻ എടുക്കണം. കഴുക്കുട്ടം മംഗലാപുരം ലൈനിലാണ് ഇത് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് കാണാം സുഹൃത്തുക്കളെ, കാണാം. ഇത് പക്ഷേ ഇതിൽ നിന്നൊരു കല്ലോ ഇതിൽ നിന്നൊരു മണ്ണോ അടർന്ന് വീണാൽ തന്നെ, സൈഡിൽ കൂടെ പോണ 2 വീലറുകാരുടെ പുറത്ത് വീണാൽ പോലും എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടോ ഖേദിച്ചിട്ടോ കാര്യമില്ലല്ലോ. വയനാട്ടിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയോടെ നിർത്തുന്നു സുഹൃത്തുക്കളെ. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.